എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇനി വരുന്ന ആഴ്ച കൊണ്ട് ഉണ്ണിമോളുടെ കഥ അങ്ങനെ അവസാനിക്കുവാണ്. നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന ഒരു ശുഭമുഹൂർത്തമാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നു ഉണ്ണിമോള് മരിക്കില്ല, ഉണ്ണിമോള് മരിക്കില്ലെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഉണ്ണിമോളെ മരണത്തിൽ നിന്ന് അയ്യപ്പസ്വാമി രക്ഷിക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അഞ്ജനയുടെ കഥയൊക്കെ അഞ്ജന പറയുന്നുണ്ട് ഉണ്ണിമോളോടൊക്കെ. കാരണം എന്താ സംഭവിച്ചത്, ആ വഴി പോകുന്ന ഭക്തർക്ക് എന്തുകൊണ്ടാണ് മോരും വെള്ളമൊക്കെ കൊടുക്കുന്നത്, അവരുടെ ദാഹമൊക്കെ ശമിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്. അയ്യപ്പസ്വാമി അവർക്ക് അത്ര വലിയൊരു കാര്യം ചെയ്തു കൊടുത്തേ. അഞ്ജനയുടെ ജീവൻ രക്ഷിച്ച, അപ്പുമോന്റെ ജീവൻ രക്ഷിച്ച ഗിരിദേവനാണ്. അപ്പൊ ഗിരിദേവൻ ആ വഴി വരുമെന്നും എന്തെങ്കിലും ഒരു ദിവസം വരുമെന്നും ഗിരിദേവന്റെ ദാഹം ഗിരിദേവൻ ശമിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അഞ്ജന കാത്തിരിക്കുന്നത്. അവസാനം ഉണ്ണിമോൾക്ക് മനസ്സിലാവുകയാണ് അത് ഗിരിദേവനാന്നുള്ള കാര്യം. ഗിരിദേവനാണ് അങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞുള്ള കാര്യം. ഈ സമയത്തല്ല യമദേവൻ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് ശബരിമലയ്ക്ക് പോകുന്ന വഴിക്ക് യമദേവൻ എന്ത് ചെയ്യണം, ഉണ്ണിമോളെ തനിച്ച് മാറ്റിക്കൊണ്ട് പോവാണ്. അപ്പൊ കൂടെ കുറച്ച് വേറെ സ്വാമിമാരും ഉണ്ട്, അവരോടൊപ്പമായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാണ്, ഉണ്ണിമോളെ ഓരോന്ന് പറഞ്ഞു മാറ്റിക്കൊണ്ട് പോവാ. ഉണ്ണിമോളെ നീ അങ്ങോട്ടേക്ക് പോകണ്ട, നീ എന്തിനാ ഇനി ശബരിമലയ്ക്ക് പോകുന്നേ, നിനക്ക് അങ്ങോട്ടേക്ക് എത്താനൊന്നും പറ്റില്ല, അതിനേക്കാളും ഭേദം നീ തിരിഞ്ഞടക്കുന്നത് നല്ലതെന്ന് പറയാം. അങ്ങനെ മറ്റേ അയ്യപ്പ സ്വാമികളുടെ അടുത്തുനിന്നും ഉണ്ണിമോളെ അങ്ങോട്ട് അകറ്റുമാറ്റി. പക്ഷേങ്കിലും ഉണ്ണിമോൾക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു ഇയാള് യമദേവനാണെന്ന കാര്യമൊന്നും ഉണ്ണിമോൾക്ക് അറിയത്തില്ല. അപ്പൊ ഉണ്ണിമോള് അയാളെ തെളിച്ച വഴികളിലൂടെ അങ്ങോട്ടേക്ക് പോവാണ്. കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞപ്പത്തിന് രാത്രിയായി കഴിഞ്ഞപ്പത്തിനും ഉണ്ണിമോൾക്ക് നേരിയ ഭയമൊക്കെ തോന്നി. അപ്പൊ മുത്തശ്ശിയാവ് ശിവക്ഷേത്രത്തിൽ ഇരിപ്പുണ്ട്. ഒരു പക്ഷെ അവിടെ വരെ എത്തണം. അവിടെ എത്തിയ മുത്തശ്ശി തന്നെ കാത്തിരിപ്പുണ്ട്. മുത്തശ്ശിയുടെ അടുത്ത് എത്തിയിട്ട് താൻ മരിച്ചാലും കുഴപ്പമില്ല, അങ്ങനെ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ണിമോൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഈ സമയം അത്രയും ഉണ്ണിമോൾക്ക് വേണ്ടിയിട്ട് ആ ശിവക്ഷേത്രത്തിൽ മുത്തശ്ശി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ അയ്യപ്പസ്വാമി, എന്റെ ശിവഭഗവാനെ, എന്റെ മോൾക്കൊരാപത്തും വരുത്തല്ല. അവളുടെ അവസാനത്തെ ആഗ്രഹം അയ്യപ്പസ്വാമിനെ ഒന്ന് കാണാന്നുള്ളത്, അത് നിറവേറ്റി കൊടുക്കണം. ഒരു പക്ഷെ ശിവഭഗവാൻ പോലും ഉണ്ണിമോളോടൊപ്പം ഇല്ല. അതുകൊണ്ടല്ലേ ഈ ശിവലിംഗം ഇവിടെ ഉറച്ചു പോയത്. അവൾക്ക് ആയുസ്സും ആരോഗ്യം നൽകണേ, അവളുടെ കഷ്ടതകളൊക്കെ നീക്കി കൊടുക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആ സമയം അനസൂയയും ഭക്തനും കൂടെ നേരെ ഉണ്ണിമോളുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒരു തിരുമേന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഉണ്ണിമോളുടെ കാര്യങ്ങൾ നോക്കുകയാണ്. ഈ സമയത്ത് അയാൾ നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പൊ കഷ്ടകാല സമയത്ത് കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, ഒന്നും പറയാറായിട്ടില്ല. അത് ആയുസ് തിരികെ കിട്ടുവോ, അല്ലെങ്കിൽ ഒന്നും പറയാത്തൊരു സ്ഥിതിയിൽ കൂടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ എന്ന് പറയാം. ഇത് കേട്ടതും അനുസരിച്ച് എവിടെയുണ്ടെന്ന് അറിയാൻ കഴിയുമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഉണ്ണിമോൾ ഇങ്ങനെ നടന്നു പോകുന്ന കാണിച്ചു. ഒരു കാട്ടിക്കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയണം. ഇങ്ങനെ മഷിയിട്ട് നോക്കിക്കഴിഞ്ഞപ്പം അത് മാത്രമേ എടുത്തുള്ളൂ, കൂടെ വേറൊരാളും കൂടെ ഉണ്ട്. പക്ഷെ അത് യമദേവനാന്നുള്ള കാര്യമൊന്നും അനസൂയക്ക് അറിയത്തില്ലോ. പക്ഷെ ഉണ്ണിമോളുടെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് മനസ്സിലായി. ഉണ്ണിമോള് അധികം വൈകാതെ തന്നെ മരിക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം അനസൂയക്ക് വല്ലാത്തൊരു വിഷമം. ആദ്യം അനസൂയ കൊല്ലാനായിട്ട് ശ്രമിച്ചാണ്, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, അനസൂയയുടെ മനസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഭക്തൻ പറഞ്ഞു, എന്റെ കഥയുടെ അവസാനത്തെ ചാപ്റ്റർ ഇതിലായിട്ട് ഞാൻ എഴുതി മുഴുവിപ്പിച്ചിട്ടില്ല, അത് എഴുതാനുള്ള സമയമായെന്ന് തോന്നുന്നത്. 18ാമത്തെ അധ്യായം അതവിടെ കിടക്കട്ടെ, പിന്നെ എഴുതാന്നാണ് ഗിരിദേവൻ പറഞ്ഞിരിക്കുന്നത്. ഇതുവരെയായിട്ടും അത് എഴുതി തുടങ്ങിയിട്ടുമില്ല. അപ്പൊ ഭക്തൻ പറയണേ ഉണ്ണിമോളും മരിക്കും. ഇപ്പൊ ആ ഒരു രീതിയിലാണ് കഥ പോയിക്കൊണ്ടിരിക്കണേ. പക്ഷേങ്കില് അവരുടെ എല്ലാം കണക്കൂട്ടുകളൊക്കെ തെറ്റിപ്പോവാണ്. കാരണം ഉണ്ണിമോളെ കൊണ്ട് യമദേവൻ രാത്രി പോകുന്ന വഴിക്ക് ഉണ്ണിമോൾക്ക് ആകെപ്പാടെ വിശപ്പും ദാഹമായി. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു പഴം കഴിക്കാനായിട്ട് കൊടുക്കുവാണ് യമദേവൻ. കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കഴിച്ചോളാനൊക്കെ പറയാം. ഉണ്ണിമോൾക്ക് അത് അറിയത്തില്ലല്ലോ. ഉണ്ണിമോൾ എന്ത് ചെയ്യണം, ആ പഴവും കൂടെ കഴിക്കുകയാണ് വാങ്ങിച്ച. പഴം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിമോൾ അവിടെ ബോധം കെട്ട് വീണു. ഉണ്ണിമോൾ ആ കഴിച്ചങ്ങോട്ട് ഉറങ്ങിപ്പോവാണ്. ആ സമയം യമദേവൻ എന്ത് ചെയ്യാണ്, യമദേവൻ അവിടെ നിന്ന് കൂടെ മാറുകയാണ്. കാരണം ഇനിയിപ്പോ യമദേവന് ഉണ്ണിമോളെ കൊല്ലാനായിട്ട് അധിക സമയം വേണ്ട. കാരണം ആ സന്ധ്യയുടെ 3ാം യാമം, ആ 3ാം യാമം എത്തുന്നതിന് മുമ്പ് കൊല്ലണം. അല്ലെങ്കിൽ ആ സന്ധ്യയുടെ 3ാം യാമം എത്തിയാൽ പിന്നെ അവൾക്ക് ശുഭനക്ഷത്രം ഉദിക്കും. അപ്പൊ അതുകൊണ്ട് പിന്നെ അവളെ കൊല്ലാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിനു മുമ്പ് തീർക്കാനായിട്ട് എന്ത് ചെയ്യാണ്, യമദേവൻ ഒരുങ്ങുവാണ്. ഈ സമയം ശാരീരിക മനോരി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ ഭഗവാനെ അയ്യപ്പസ്വാമി, എന്റെ മോൾക്ക് ഒരാപത്തും വരില്ലേ, അല്ലെങ്കിൽ തന്നെ അവൾക്ക് വേദനകളും വിഷമങ്ങളും കൊടുക്കാതെ അവളെ എത്രയും പെട്ടെന്ന് അതിന് മുകളിലേക്ക് വിളിക്കണേ, ഇനി അവളെ ദുരിതങ്ങൾ താങ്ങാൻ ഇടവരില്ലേ എന്നൊക്കെ. അവസാനം ഉണ്ണിമോൾ എന്ത് ചെയ്യണം, അവിടെ കിടന്നു നല്ല ഉറക്കമാ. പക്ഷെ കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ണിമോൾക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ ഉണ്ണിമോൾ ആ നിദ്രയിൽ നിന്ന് ഉണരുവാണ്. അപ്പൊ ആ വലിയ ഉറക്കത്തിൽ നിന്ന് ഉണ്ണിമോളെ ഉണർത്തിയത് അയ്യപ്പസ്വാമിയാണ്.
അങ്ങനെ ഉണർന്ന ഉണ്ണിമോൾ ഇങ്ങനെ ചുറ്റും നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കുറ്റാ കുരുട്ട എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ആകെ ഒരു പേടിയൊക്കെ തോന്നി ഉണ്ണിമോൾക്ക്. അപ്പോഴാണ് ഉണ്ണിമോള് പുലിപ്പുറത്ത് ഇരിക്കുന്ന അയ്യപ്പസ്വാമിനെ കാണുന്നേ. ഉണ്ണിമോള് പെട്ടെന്ന് ഓർത്തേ ഇത് അയ്യപ്പസ്വാമിയാണല്ലോ എന്ന് ഓർത്ത ഉണ്ണിമോൾ ഇങ്ങനെ അങ്ങനെ മനസ്സിലൊരു തോന്നൽ വരുവാണ്. ഉണ്ണിമോളെ ഇങ്ങനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. ഉണ്ണിമോൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. കുറെ ദൂരം അങ്ങ് നടന്നു. അപ്പൊ ഉണ്ണിമോൾക്ക് താൻ എങ്ങോട്ടാ പോണേന്ന് പോലും അറിയത്തില്ലാത്ത അവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കണേ. കുറെ ദൂരം ചെന്ന് ഇപ്പൊ ആ ശിവക്ഷേത്രത്തിനടുത്തെത്തി. അവിടെയാണ് ആ ശിവലിംഗമൊക്കെ ഇരിക്കുന്നത്. മുത്തശ്ശി അവിടെ കൊണ്ടേ വെച്ച ശിവലിംഗം അതവിടെ ഉറച്ചു പോയിട്ടുണ്ടായിരുന്നു. അത് അവിടെ നനക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അങ്ങോട്ടേക്ക് പോണ സമയത്ത് പെട്ടെന്നാണ് മുന്നിലുണ്ടായിരുന്ന ആ അയ്യപ്പസ്വാമി അപ്രത്യക്ഷമായത്. ഉണ്ണിമോൾക്കാണെങ്കിൽ കുറെ ദൂരം ചെന്ന് പിന്നെ അങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഉണ്ണിമോള് നോക്കി കഴിയുമ്പോഴത്തേനും തന്റെ പുറകെ ആരോ വരുന്ന പോലെ തോന്നി കൊല്ലാനായിട്ട്. ഉണ്ണിമോള് പെട്ടെന്ന് എന്ത് ചെയ്യണം മുന്നോട്ടേക്ക് ഓടുവാണ്. ഓടി എന്റെ അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞുകൊണ്ട് ആ ശിവക്ഷേത്രത്തിന് അങ്ങോട്ടേക്ക് ഓടി കയറുവാണ്. ആ സമയത്ത് യമദേവൻ എന്ത് ചെയ്യണം തന്റെ കാലപാശം വീശുവാണ് ഉണ്ണിമോളെ കൊല്ലാനായിട്ട്. പെട്ടെന്ന് ഉണ്ണിമോൾ അങ്ങോട്ട് പോയി തട്ടിയടിച്ച് ആ ശിവലിംഗത്തിന്റെ മുകളിലേക്ക് വീഴുക. പക്ഷെ യമദേവൻ കാലപാശം പറഞ്ഞ് ആ ശിവലിംഗത്തെ കൊണ്ടിട്ടുണ്ടെങ്കിൽ യമദേവന് ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പാ. അങ്ങനെ വന്നാൽ പിന്നെ ഉണ്ണിമോളെ ജീവൻ ഒരിക്കലും യമദേവൻ എടുക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ യമദേവൻ പരാജയപ്പെട്ടു പോവാണ്. ഉണ്ണിമോൾ അവിടെ കിടപ്പ് കിടക്കുക. പിന്നീട് ഗിരിദേവന്റെ അടുത്തേക്ക് മഹാദേവൻ വന്നിട്ട് പറഞ്ഞു ആ ബാലികയുടെ കഷ്ടകാല ദുരിതങ്ങളൊക്കെ അവസാനിച്ചിരിക്കുന്നു. അവൾക്ക് ആയുസ് നീട്ടിക്കിട്ടും. കാരണം അവൾക്ക് ശുക്ര നക്ഷത്രം ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉത്തരം നക്ഷത്രം അവളുടെ തലയ്ക്ക് മുകളിൽ ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഇനിയിപ്പോ അവൾക്ക് ദീർഘായുസാണ് കിട്ടാൻ പോണേന്ന് പറയണം. ഇതിൽ പരം ഒരു സന്തോഷം അയ്യപ്പസ്വാമിക്ക് കിട്ടാനില്ല. അവസാനം യമദേവനെ പരാജയപ്പെടുത്തുവാണ് അയ്യപ്പസ്വാമി. ഉണ്ണിമോള് ജീവിതത്തിലേക്ക് മടങ്ങി വരിക. പിന്നീട് ഉണ്ണിമോള് കണ്ണു തുറന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേനും ഉണ്ണിമോള് കാണുന്ന ആ രൂപം ഗിരിദേവന്റെ രൂപം ആ സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ രൂപമാണ്. ഉണ്ണിമോൾ ഇങ്ങനെ തൊഴുത് നിൽക്കുകയാണ് അയ്യപ്പസ്വാമിയുടെ മുന്നിൽ ഇങ്ങനെ. എന്റെ അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിമോൾക്ക് മനസ്സിലാവുകയാണ് തന്റെ കൂടെ ഉണ്ടായിരുന്ന ഗിരിദേവൻ ആണെന്നുള്ള സത്യം. അങ്ങനെ ഉണ്ണിമോള് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് എല്ലാവരും സന്തോഷിക്കുന്നതിന്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി അടുത്ത ആഴ്ച കാണാനായിട്ട് പോകുന്നത്. അപ്പൊ അടുത്ത ആഴ്ച കൊണ്ട് തീരാനായിട്ട് പോകണം. ഇനി ഒരിക്കലും ഉണ്ണിമോളെ മരണം പിന്തുടരില്ല. ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഉണ്ണിമോൾ ആയുസ് എത്തുന്നോടെ വരെ ഉണ്ണിമോൾ ജീവിക്കും. ഉണ്ണിമോളുടെ കഷ്ടകാല ദുരിതങ്ങളെല്ലാം കൂടെ മാറുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു